നമ്മുടെ ഒരു മൂവിയിൽ ഒരു ഹൊറർ ടച്ചും കൂടെ ഉള്ളത് കൊണ്ട് ഒരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകണേ. ഓക്കെ, ഇങ്ങനെയുള്ള പരിപാടികൾ ഒരു ഹൊറർ മൂവി എടുത്താൽ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയാൽ എന്ത് ചെയ്യും, ഏത് ചെയ്യും? ഫസ്റ്റ് തേടി പോകുന്ന മണ്ടനാവ്. എനിക്ക് ഇഷ്ടം ഈ പ്രേതമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആകാൻ. അതാവുമ്പോ അവസാനം വരെ ഉണ്ടല്ലോ. എപ്പോഴും വിളിച്ച് വഴക്ക് പറയുന്നതൊക്കെ ഇങ്ങനെ ചേച്ചി പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട്. അതെ അതെ അതെ. എന്നിട്ടും നന്നാവില്ല എന്ന് പറയുമ്പോ എന്താ ചെയ്യാ? ഐശ്വര്യ ചേച്ചി ട്രെയിലറിന്റെ ഫസ്റ്റില് ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ ഗ്രീൻ അല്ല, യെല്ലോ ഗ്രീൻ അല്ല, അല്ല, ബ്ലാക്കിൽ ഗ്രീൻ ചെടിയായിരുന്നു. ഞാൻ ഈ കപ്പല് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റൂല. ഒരു എക്സാമ്പിൾ, ജഗദീഷ് ചേട്ടന്റെ അടുത്ത് വന്നിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശ്വാസമായിരുന്നു. ആ സമയത്ത് ജഗദീഷ് ചേട്ടൻ ഒരു ബുക്ക് വായിച്ചോണ്ടിരിക്കും. അതേതാ ബുക്ക്? അത് എന്റെ ഉത്തരം പറയാൻ പറ്റില്ല, കാരണം കഥയായിട്ട് വളരെ പിങ്ക് പർപ്പിൾ. പർപ്പിൾ. പോവാ. അപ്പൊ ഞങ്ങളുടെ പടം കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും താങ്കളുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. സന്തോഷ് വർക്കിയുടെ ഇന്റർവ്യൂ അല്ലേ? സന്തോഷ് വർക്കിന്റെ ഇന്റർവ്യൂ അത് താങ്കളല്ലേ? അതെ അതെ, സന്തോഷ് വർക്കി നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അതെ ഞാനായിരുന്നു. ആ വ്യക്തി ഞാൻ തന്നെ. പേര് എന്റെ സ്നേഹ. 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 സന്തോഷ് ഈ ഇന്റർവ്യൂ കാരണം കൊണ്ട് ആ സ്പോട്ടിൽ വെച്ച് ഇത് ചെയ്തതാണോ? അല്ലല്ല, എഴുതിയിട്ടു പുള്ളി ഈ കുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ എന്തോ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ ഓൺലൈൻ വഴിയല്ലേ പറഞ്ഞത്, അപ്പൊ എല്ലാരും കണ്ടതല്ലേ. എന്നപ്പോ ഞാൻ അവിടെ തന്നെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞത് അവിടെ തീർത്തു. ഓ അങ്ങനെയാണ്. അപ്പൊ പുള്ളി ഒന്ന് പെട്ടു. നേരെ വിളിച്ച് കോൺഫറൻസ് ചെയ്തപ്പോ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ മറ്റേ തിയേറ്ററിൽ അവിടെ വണ്ടറിന്ന് പോകുമ്പോഴേ വന്നിട്ട് മാറി നടന്നാലും വന്ന് മിണ്ടു. അനാർക്കലിയും ഡീലിന്ന് രസമാണ് വിളിക്കുന്നത്. അത് രസമായിരുന്നു. അനാർക്കലിയെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാട്ടോ. ഓ ആയിക്കോട്ടെ. വിളിക്കാറുണ്ടോ? മനസ്സിലായി മനസ്സിലായി. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഹലോ മമ്മി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഐശ്വര്യ ചേച്ചി, അജു ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഷർഫിക്ക. സ്വാഗതം. നമസ്കാരം. അപ്പോ ഹലോ മമ്മി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മൾ 3 ഡാഡിമാരും മമ്മി ആയിട്ടില്ല, എന്നാലും മമ്മി അല്ലെ നമ്മുടെ സിനിമയില് വെച്ചിട്ട്. അപ്പം 4 പേര് നമ്മളോടുണ്ട്. അതെന്താന്നറിയോ, ഞാൻ ഈ ഹലോ മമ്മിയുടെ ഈ കുറെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് നമ്മൾ ട്രെയിലർ ഒന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷെ ഞാനിപ്പോ കണ്ടു. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഐശ്വര്യ ഇതിലും ചെയ്യാത്തൊരു ക്യാരക്ടർ ആണല്ലോ. ഓ മമ്മിയുടെ ക്യാരക്ടർ ഒക്കെ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് കാണാനൊക്കെ, പക്ഷെ അല്ലാതെ മമ്മി ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു ഓ അടിപൊളിയായിരിക്കും. പക്ഷെ പിന്നെ മനസ്സിലായി അതല്ല, വേറെന്തോ മമ്മിയെ പറ്റിയാണ്. അതെ അതെ, വേറെന്തോ അണിയറയിൽ റെഡി ആവുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലായി. അപ്പൊ നമ്മൾ കുറെ ഹൊറർ കോമഡി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടികപ്പേരെ കൂട്ടമണി, രോമാഞ്ചം, അതേപോലെ നമ്മുടെ പ്രേതം, ഇൻ ഗോസ്റ്റ് ഹൗസ്. അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ എല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ അതേപോലെ തന്നെ സൂപ്പർ ഹിറ്റ് നിരയിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പടമാണ് നമ്മുടെ ഹലോ മമ്മി. അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നിച്ചേക്കണേ. എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. കാര്യം ആത്മാർത്ഥമായിട്ട് അതിന് ഉത്തരം ഞാൻ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഇവരിലേക്കാളും സ്ക്രീൻ സ്പേസ് കുറവുള്ള ആളാണ് ഞാൻ. അപ്പൊ എപ്പോഴും ആധികാരികമായിട്ട് ഇവർക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കുറച്ചുള്ളൂ. ഇന്ന് ഇവരുടെ പോർഷൻ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, നല്ല രീതിയിലുള്ളൊരു വിശ്വാസമുണ്ട് ഇതിനുള്ള സാധ്യത ഉണ്ടെന്ന്. പ്രേക്ഷകർക്ക് പൂർണ്ണമായ ഒരു തൃപ്തി കൊടുക്കുക എന്നുള്ള, മുടക്കുന്ന കാശിന് മൂല്യമുള്ള ഒരു എന്റർടൈൻമെന്റ് ഈ സിനിമയിൽ ഉണ്ടാവും. പ്രൊഡ്യൂസറും കൂടിയാണല്ലോ, അപ്പൊ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5-6 ദിവസത്തെ കണ്ടിന്യൂസ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 48 മണിക്കൂർ കണ്ടിന്യൂസ് ഷൂട്ട് എന്ന് വെച്ചാൽ 27 മണിക്കൂർ ഒരു സെറ്റില്. ജഗദീഷൻ എല്ലാവരും ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 5-6 മണിക്കൂർ ബ്രേക്ക് എടുത്ത് ഞങ്ങൾ പിന്നെ ഷൂട്ട് ചെയ്യുക.
അപ്പോൾ ആ സമയത്താണ് അജു അവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്താണ് അജു സിനിമ ആണ്. അപ്പൊ എനിക്ക് ഫുൾ റോപ്പും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് പരിപാടി ഐഷുനുണ്ട്, കുറച്ച് എഫേർട്ട് എടുക്കുന്ന പരിപാടിയാണ്. ആ സമയത്ത് അജു പടം കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് എടാ അതിൽ എനിക്ക് കിട്ടിയിട്ട് പിന്നെ വേദനയിലൊന്നുമില്ല. കാരണം അത് ഭയങ്കര ഞാൻ പൊതുവെ കഥകൾ മാത്രം ജസ്റ്റ് ഒന്ന് കേട്ട് ഇവരൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു പടം ഞാൻ ഇനി എന്ത് കേൾക്കാൻ, എല്ലാരും ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്, എല്ലാരും ഉള്ള ഒരു പ്രൊജക്റ്റ് ആണല്ലോ. ഞാൻ ജസ്റ്റ് ഒരു കഥ കേട്ടു, ഈ ഹലോ മമ്മി എന്ന് പേര് കേട്ടപ്പോ ഞാൻ വിളിച്ചു ഹലോ മമ്മി, ഇത്ര ഫീൽ ഗുഡ് പടത്തിന്റെ ഒക്കെ ഒരു ട്രെൻഡ് പോയില്ലേ, ഇവൻ ഇത്രയും പേര് എന്തായാലും ഈ ഒരു ഞാൻ പടമുണ്ട് ജസ്റ്റ് ഒന്ന് കഥ പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി ഹലോ മമ്മി. ഓക്കെ ഓക്കെ, ആ മമ്മിയിലൊരു സ്ട്രെസ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടമായി. ബാക്കിയൊക്കെ ഞാൻ വിട്ടു, ഞാൻ ഒന്നും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഗ്യാപ്പിൽ ഇവര് എഡിറ്റർ വന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നു, ചുമ്മാ ഫുട്ടേജ് കാണണോ. ഞാനങ്ങനെ പോയി കണ്ട് ഒരു 20-25 അരമണിക്കൂറോളം ഒരു 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 സന്തോഷം കിട്ടി എനിക്ക്. മനസ്സ് നിറയുക എന്ന് പറയില്ലേ, അത് ഇവരൊക്കെ എനിക്കറിയാവുന്നവരാ, വർക്ക് ചെയ്തവരോ സുഹൃത്തുക്കളോ ഒന്നുമല്ല. പ്യുവർ മെറിറ്റിൽ എനിക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നിനുള്ളിൽ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ പോയി പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ, ഇനി കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാം. പടം കഴിയാറായി. അതൊരു ബൂസ്റ്റപ്പ് ആയിരുന്നല്ലേ? എന്റെ അവസ്ഥ തന്നെ അപ്പത്തേക്ക് എന്റെ സീൻസ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് മുമ്പ് കണ്ടായിരുന്നേ കുറച്ചുകൂടെ നമുക്ക് ഇടായിരുന്നല്ലേ ഇൻപുട്ട്. ഇതുപോലെ നമ്മള് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടെ ഒരു എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഉൾപ്പെടെ ആയിരിക്കും നമ്മളത് കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഹാഫോ അല്ലെങ്കിൽ ഒരു പകുതി മുക്കാലോ കഴിയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒക്കെ നമുക്കൊരു ഇൻപുട്ട് ഇടാം. ഇപ്പൊ ഈ അജുചേട്ടൻ പറഞ്ഞതിനോട്ട് ഒരു ഔട്ട്പുട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ഒരു എനർജി കയറി വരുന്നില്ലേ? അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് പല പടങ്ങൾക്കും എനിക്ക് കുറച്ചുകൂടി ഇൻപുട്ട് ഇടായിരുന്നൊക്കെ. എനിക്ക് അതിനെ കുറിച്ച് ഞാൻ 5ാം പാത്രം ചെയ്യാൻ പോകും. എന്റെ ക്യാരക്ടറിന്റെ ഒരു സ്പേസ് അറിയാലോ, ഞാൻ കഥയൊക്കെ കേട്ടതാണ്, എന്നാലും ഞാനത് അത് ജോയിൻ ചെയ്യാൻ പോയി. ഞാൻ എന്റെ ഫസ്റ്റ് ഡേ എന്റെ ഷൂട്ട് തുടങ്ങുകയാണ്, ഫൈറ്റിലാണ് തുടങ്ങുന്നത്. അപ്പൊ ഷൈജുക്കയും മിഥുനും ഉണ്ട്. അപ്പൊ അവരപ്പം തന്നെ പറഞ്ഞു ഷർഫ് സിനിമ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അവർ എഡിറ്റ് ചെയ്ത് വെച്ചാണ് സിനിമ എന്നെ കാണിക്കുള്ളൂ. അപ്പൊ എന്റെ പോർഷൻ ഏറ്റവും ലാസ്റ്റ് അല്ലേ വരുന്നത്. അങ്ങനെ ഞാൻ ഈ സിനിമ ആദ്യം മുതലേ ഇരുന്ന് കണ്ടു, എന്നിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ അതിന്റെ അകത്ത് ഇനി എന്താ ചെയ്യുന്ന, അതിന്റെ ഒരു അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഒരു കഥാപാത്രത്തിന് ഒരു കാര്യം ചെറിയ കഥാപാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ വലിയ കഥാപാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ആ മൊത്തം സിനിമയെ കുറിച്ചുള്ള അറിവ് എപ്പോഴും അതിന്റെ ഔട്ടിന് നന്നാകും അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മള് അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മള് കേറ്റർ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ മെറിറ്റും ക്വാളിറ്റിയും നമുക്ക് ബോധ്യം വരികയാണ്. പിന്നെ നാച്ചുറലി ഞാൻ പറഞ്ഞ പോലെ ആത്മാർത്ഥതയിലുള്ള വ്യത്യാസം അത്. ഇപ്പൊ ഞാൻ അങ്ങനെ കാണാറുള്ളൂ. എല്ലാരും ഉഴപ്പുന്ന ഒരു സ്ഥലത്ത് പോയി ഞാൻ ഭയങ്കര ആത്മാർത്ഥത കാണിക്കില്ല, എന്റെ സേഫ് ആക്കി പോകും എനിക്ക് കിട്ടാതിരിക്കാൻ. അല്ലാതെ ഞാൻ ഈ കപ്പല് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റൂല. അപ്പൊ പറയുന്നില്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടമുണ്ട് പോലെ, അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുള്ള പടങ്ങളുണ്ട്. ഒരു പോയിന്റിൽ ഞാൻ വിട്ടിട്ടുണ്ട്, പിന്നെ എന്തോ ഭയം കൊണ്ട് ഓടിയിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയണില്ല. ലവ് ആക്ഷൻ ഡ്രാമ പോലെ പറയണ്ടല്ലോ. അപ്പം അത് ഭാഗ്യമാണ്. പക്ഷെ അല്ലാതെ ഞാൻ പറയുന്നത് മൊത്തത്തിലൊരു ഒരു എല്ലാം 100ൽ 100 നിൽക്കുമ്പം അത് നമ്മളും കൂടെ അറിഞ്ഞു കഴിയുമ്പം നമ്മളെയും കൊണ്ടും എന്ത് കൊടുക്കാം. അതൊരു നമ്മൾ ഈ ബോട്ടൊക്കെ കരക്കടിപ്പിക്കുമ്പോൾ ഉള്ളൊരു സ്പിരിറ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ഫൈനൽ കളിക്കുമ്പോൾ ഇപ്പം സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ച് മരിച്ചാണെങ്കിൽ ആ ക്യാച്ച് എടുക്കുക എന്നുള്ള. ജഗദീഷേട്ടൻ എങ്ങനെയാണ്? കാരണം ഇവരിൽ ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. കുറേ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള സിനിമകളും പല എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടോ ജഗദീഷേട്ടനെ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംവിധായകന്റെ കയ്യിലെ നടനാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എബ്രഹാം ഓസ്ലർ അഭിനയിക്കുന്നതിന് മുമ്പ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം, വേറെ ഒരു കാര്യവും പറഞ്ഞില്ല, ക്യാരക്ടറിനെ കുറിച്ച് ഒരു ചെറിയ ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ജഗദീഷ് ഏട്ടനെ ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം ഒരു ക്രിട്ടിക്കൽ സീനിൽ മമ്മൂക്കയുടെ മുഖത്ത് നോക്കി ആ കണ്ണുകളിൽ നോക്കി ഫുൾ സീൻ അഭിനയിക്കണം. അത്ര കോൺഫിഡൻ്റ് ആയിട്ട്. മമ്മൂക്ക ഒരു ഗ്രേറ്റ് ആക്ടറാണ്.
കണ്ണ് മമ്മൂക്കയുടെ കണ്ണിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം എല്ലാ ഡയലോഗും പറയാൻ. ആ കണ്ണിൽ ഷാർപ്പായിട്ട് നോക്കാനുള്ള കോൺഫിഡൻസോടുകൂടി ജഗദീഷ് ചേട്ടൻ ചെയ്യണം. ഇത് മാത്രമാണ് എനിക്ക് എന്ന ബ്രീഫിങ്. അത് മനസ്സിലായില്ലേ? അത് ഞാൻ അനുസരിച്ചു. അപ്പം മമ്മൂക്ക എന്നിപ്പം നമ്മൾ നോക്കുമ്പം നമ്മളെക്കാളും വളരെ എത്രയോ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അത്രയും പവറായിട്ട് സേവി പുന്നൂസ് എന്ന് പറയുന്ന എതിരാളിയായിട്ട് ഇങ്ങനെ കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സംസാരിക്കുമ്പോൾ ആ കോൺഫിഡൻസ് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് സംവിധായകൻ്റെ നിർദ്ദേശം. അത് നമ്മൾ അനുസരിച്ചു. എന്ന് പറയുന്ന പോലെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സംവിധായകൻ പറയുന്നത് നമ്മൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പോൾ ഒരു പടം വിജയിക്കും. ഇപ്പം അജു വളരെ ഫ്രാങ്ക് ആയിട്ടാണ് പറഞ്ഞത്. ചിലത് മുകേഷ് ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, ഇതൊന്നും ശരിയാവില്ല, തോറ്റ കളി, ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ചിലപ്പോൾ പ്രതീക്ഷ വിടില്ല. കാരണം വെച്ചിരുന്നാൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിരുന്നാൽ ആ സിനിമ ഒരു പക്ഷേ പ്രേക്ഷകർ പിന്നെ പരാജയപ്പെടുത്തിയാൽ പോലും ചില സീനുകൾ ഭാവിയിൽ സോഷ്യൽ മീഡിയയിൽ വരും. ആ സീനിൻ്റെ ബലത്തിലെങ്കിലും ചിലപ്പോൾ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടും. ഒരു പരാജയപ്പെട്ട ചിത്രത്തിൽ നമ്മുടെ ഒരു പെർഫോമൻസ് ചിലപ്പോൾ ഒരു ക്ലിപ്പിംഗ് ആയിട്ട് വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പടം വിജയിച്ച് കാണില്ല, പക്ഷേ ആ ക്ലിപ്പിംഗ് കാണുമ്പോൾ അപ്പോൾ അവിടെ ഒരു സീൻ കിട്ടുമ്പോൾ ഞാൻ IV ശശി എന്ന സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചില സീനുകളിൽ ഡയലോഗൊന്നും ഉണ്ടാവില്ല. ചിലരൊക്കെ ബാക്കിയുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ആയിരിക്കും. ചില ആർട്ടിസ്റ്റുകൾ നിരാശപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡയലോഗൊന്നുമില്ല, 3 സീനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. പക്ഷെ ഞാൻ പ്രതീക്ഷ വിടില്ല. ശശിയേട്ടൻ തരുന്ന ഒരു ക്ലോസപ്പ് എന്നുള്ളത് സൈലൻസ് ഉള്ള ക്ലോസപ്പാണ്, ഒരു റിയാക്ഷൻ. പക്ഷെ അതിന് വലിയ നമുക്കൊരു സീൻ അഭിനയിച്ചതിൻ്റെ ഒരു സുഖം കിട്ടും. അത് സിനിമയിലും ഉണ്ടാവും. ആ ഒരു ക്ലോസപ്പിൽ നമ്മുടെ ഒരു റിയാക്ഷൻ ശശിയേട്ടൻ പറയുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് ഡയലോഗ് പറയുക എന്നുള്ളതല്ല, ഒരു സിനിമയിൽ നല്ലൊരു റിയാക്ഷൻ കിട്ടിയാൽ ഒരു നല്ല സീനിൽ അഭിനയിച്ചതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടും. ഇതിൽ എല്ലാ സീനിലും എല്ലാവർക്കും ഡയലോഗൊന്നുമില്ല. ഇവർ രണ്ടുപേരും കൂടെ ഉള്ള പിന്നെ ഒരു വലിയ 2-3 സീക്വൻസുകളിൽ എനിക്ക് ഡയലോഗില്ല, എനിക്ക് റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ ഉള്ളൂ. പക്ഷേ ആ സീനിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു നല്ല സീനിൽ അഭിനയിച്ചതിൻ്റെ സുഖം കിട്ടി. അത് സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർ രണ്ടുപേരും കൂടെയാണ് അതിനകത്ത് ഫുൾ ഡയലോഗ്സ്, ഇവർക്ക് രണ്ടുപേരും കൂടെയാണ് ഡയലോഗ്. എനിക്ക് ഡയലോഗില്ല, എനിക്കൊരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ സീൻ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നും. അപ്പോൾ അതാണ് നമ്മുടെ പിന്നെ ഈ പറയുന്ന ഒരു നിരാശ. ചിലപ്പോൾ അജു പറഞ്ഞ പോലെ എന്താ ഇങ്ങനെ ഇത് വരും എന്നുള്ളൊരു നിരാശയോടെ ചിലപ്പോൾ ചില സിനിമകൾ ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പോൾ പോലും ഒരു പ്രതീക്ഷ വിടാതെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും. അല്ല, അജു അത് വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അത് ഒരു ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ച ഒരു ഡയലോഗ് പറഞ്ഞ അജു പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ കപ്പൽ മുക്കാൻ പറ്റൂല. എന്തായിരുന്നാലും പിന്നെ നമ്മൾ മുങ്ങാതിരിക്കാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അത് സത്യസന്ധമായിട്ടുള്ള റിമാർക്കാണ്. ഒരു സിനിമ തുടങ്ങി എനിക്കത് നടക്കുന്നുണ്ടായിരുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം യഥാർത്ഥ തണുപ്പൊന്നുമില്ല, തോന്നുന്നതാണ്. ഹലോ മമ്മി. ചേച്ചിയുടെ കുറച്ച് കൂടിയൊക്കെ ഇരിക്കും ഇവിടെ. ഹലോ മമ്മിയിലേക്ക് തിരിച്ചു വന്നാൽ സാധാരണ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫോണിൽ വിളിക്കാം, അല്ലേ? ഫോണിൽ വിളിക്കാമല്ലോ. ഇപ്പൊ ഏത് അങ്ങേ അറ്റത്താണെങ്കിലും ഐശ്വര്യക്ക് ഫോണിൽ വിളിക്കാം, ഷറഫിദിനെ വിളിക്കാം, ഐഷു എന്നോ അല്ലെങ്കിൽ ഷറഫിക്കാന്നോ വിളിച്ചിട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ ഷറഫെന്നോ പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു. ഇതില് നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് മമ്മി. നമുക്ക് വിളിക്കാൻ പറ്റില്ല, അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട്? അപ്പൊ ഹലോ മമ്മി എന്ന് പറയുമ്പോൾ ഫോണിലൂടെ നമുക്ക് വിളിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ വിളിക്കാൻ പറ്റും? സിനിമ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും. മമ്മി നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മൾ മമ്മിയെ വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് ഈ മമ്മി എന്ന് പറയുന്നത്, ഐശ്വര്യയുടെ സ്റ്റെഫിയുടെ മമ്മിയാണ്. ഐശ്വര്യ ചേച്ചിയിലെ ഒരു ക്യാരക്ടറൊക്കെ വരുമ്പോഴത്തേക്കിന് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കണം, ഈ ഹലോ മമ്മിയുടെ ഒരു കഥയൊക്കെ ട്രെയിലർ വെച്ച് കണ്ടപ്പോഴത്തേക്കിന് എന്തായാലും കുറച്ച് ഭയങ്കര ഒരു ഫാൻറ്റസിയും കൂടെ ഒക്കെ ഉള്ളൊരു ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കഥയാണ്. ഇതെങ്ങനെ ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന് ചേച്ചി അത് എന്താ പറയുക, ഒരു നമുക്കൊരു ഇമ്പ്രഷൻ വേണമല്ലോ ആ കഥയിലേക്ക്, അതെങ്ങനെ കൺവീൻസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്താ ചേച്ചി ഹുക്ക് ചെയ്ത ഒരു എലമെന്റ്? നല്ല നെറേഷൻ ആയിരുന്നു. വൈശാഖ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഡയറക്ടറാണ് നെറേറ്റ് ചെയ്ത്.
പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള രാഹുൽ വന്നിട്ടുണ്ടായിരുന്നു, സാൻജു വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 പേര് കഥ പറയാൻ വേണ്ടി മാത്രം വന്നു. വൈശാഖാണ് കഥ പറയുന്നത്. ഇപ്പോൾ ഓരോ ക്യാരക്ടറും വൈശാഖ് അഭിനയിച്ച് ഡയലോഗ് പറയുന്നതൊക്കെ വൈശാഖ് ആ ക്യാരക്ടറായി ആണ് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് ആ വേൾഡ് ഇപ്പോൾ ഇതിൽ VFX ഹെവി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ VFX നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതുപോലത്തെ ഒരു സംഭവം എൻ്റെ തലയിൽ ഓടുന്നുണ്ടായിരുന്നു. ആ ഇമാജിൻ ചെയ്ത വേൾഡ് എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നി. എന്റർടൈനിങ് ആയിരുന്നു ബേസിക്കലി. ഭയങ്കര ഒരു ഡിഫറെന്റ് ലുക്കിലും ആണല്ലോ, കാരണം സ്പെക്സ് ഒക്കെ വെച്ചിട്ട്. നമുക്ക് രണ്ടുപേർക്കും ഇതിൽ കണ്ണടി. അതെ, ഇതുവരെയായിട്ടും എല്ലാവർക്കും, ജഗദീഷ് ചേട്ടനാണെങ്കിലും ക്രിസ്റ്റഫറിൽ ഒരു ലേശം അപ്പൊ തന്നെ ഊരിക്കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. ജഗദീഷ് ചേട്ടനാണെങ്കിലും ഇങ്ങനെ മീശ കുറച്ചല്ലേ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെറിയ ഡിഫറൻസ് ഉള്ള രീതിയിലാണ് അത് കാണുമ്പോൾ രസമുണ്ട്. ഷർഫുഖൻ പിന്നെ ഷർഫുഖന് വന്നപ്പോഴേ പറഞ്ഞു എല്ലാ പടത്തിന്റെ പ്രൊമോഷൻ വരുമ്പോഴും പല പല ഡിഫറെന്റ് ലുക്കിലാണ് വരുന്നത്. ഇവിടെ റീക്രിയേഷൻ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ലുക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളിയുടെ. എന്റെ വള്ളി കോസ്റ്റ്യൂമും ഒക്കെ. ഇന്ന് നിങ്ങൾ എന്താണ് ഈ കോസ്റ്റ്യൂം ഇടാൻ കാരണം? കാരണം പൂജയ്ക്ക് ഇട്ട അതേ കോസ്റ്റ്യൂം ആണല്ലോ. ചേട്ടൻ പൂജയ്ക്ക് ഈ കോസ്റ്റ്യൂം ബ്ലാക്ക് ആണ് ഇട്ടിരുന്നത്. അതെ, ചേച്ചി പൂജയിലാണോ സണ്ണിനെ മുമ്പിൽ കയറിയത്? അല്ല, അത് പൂജയുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്കും സണ്ണി ചേട്ടൻ എന്തൊക്കെയോ ഇരുന്ന് ആലോചിച്ചിട്ടാണ് പറയുന്നത്. മൈമമ്മിയുടെ പൂജയ്ക്ക് വന്നതാണ്. മൈമമ്മി അല്ല, ഹലോ മമ്മി. ഹലോ മമ്മി. അല്ല, അവരില് സണ്ണി നിൽക്കുമ്പോ ശരപ്പം പറിക്കാൻ ഞാനല്ലേ ഹീറോ. അത് ഭയങ്കര സണ്ണിക്കുട്ടനാണല്ലോ. പൂജയ്ക്ക് വന്നു, ഭയങ്കര ഹാപ്പി ഡൂഡല്ലേ. അവസാനം പടത്തില് മറ്റേ വേറൊരു പടം ഉണ്ട് ഓപ്പോസിറ്റ്. ചേട്ടാ, ഇതിൽ കുറെ നമ്മൾ കാണുമ്പോൾ ഇത് കുറെ VFXും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതില് ഭയങ്കര ചലഞ്ചിങ് ആണ് ആക്ടറെ സംബന്ധിച്ച്. കാരണം ഒരു സംഭവം അവിടെ ഇല്ല, പക്ഷെ നമ്മളത് ഉണ്ടെന്ന രീതിയിൽ ആക്ട് ചെയ്യണം. ഇപ്പൊ അതിൽ ആ ട്രെയിലർ കണ്ടപ്പോഴൊക്കെ ഫ്ലവർ വേസ് ഒക്കെ ഇങ്ങനെ പിടിക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയോ പരിപാടീസ് ഒക്കെ ചെയ്തിട്ടാണല്ലോ നമുക്ക് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ? അല്ല, അങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ പറയാ, അതങ്ങനെ നമ്മൾ ഒരു കാര്യം സങ്കല്പിച്ച് ചെയ്തതിന്റെ ഒരു സുഖമുണ്ട്. വർക്കാണ്. ഫ്ലവർ വൈസിന്റെ ആണെങ്കിലും അതിനേക്കാൾ ഒരു അതിൽ വേറൊരു സീക്വൻസ് ഉണ്ട്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും അതൊരു വലിയ സീക്വൻസ് ആണ്. അപ്പൊ അത് ഒരു രീതിയിൽ അതിന്റെ ഒരു ആംബിയൻസ് ഇല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരോടും പറഞ്ഞു എനിക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിത്താ ഇത് എനിക്ക് ഫീൽ ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ആ സാധനം ഈ സാധനമൊക്കെ ഇല്ല, മറ്റേ റോപ്പ് എല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇട്ട് ഇങ്ങനെ കുലുക്കലും കുറച്ച് ഡസ്റ്റും കുറച്ച് പേപ്പേഴ്സ് ഒക്കെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെനിക്കൊരു ഈ നടക്കുന്ന ഈ VFXൽ വരാൻ പോകുന്ന എന്താണോ അതിന്റെ ഒരു മൂഡ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അത് ചെയ്തിട്ടില്ല. പ്രൊപ്പല്ലറും എല്ലാം ഫീൽ ഉണ്ടാക്കി തന്നിട്ട് അല്ല. ഇങ്ങനെ നമ്മൾ ഇത് കണ്ടിട്ട് ഞെട്ടി ഇത് ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നതിന്റെ ഒരു ഇപ്പൊ കാലം ഒരുപാട് മാറിപ്പോയി. പണ്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മമ്മി വെള്ളസാരി എടുത്ത് കാണിക്കും. വെള്ളസാരി എടുത്ത് പാട്ടും പാടി പോവും. പിന്നെ ഗദ്ഗതത്തോടെ മോളെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇപ്പൊ കാലം മാറിപ്പോയി. ഇപ്പോഴത്തെ ഈ വേറൊരു കാര്യമുണ്ട്. ഈ എന്താ സോ കോൾഡ് മമ്മിയോട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടം തോന്നും. കാരണം നിലപാടുകളുള്ള ഒരു മമ്മിയാണ്. അത് അവർക്കൊരു വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആ കഥാപാത്രത്തിന്. അതെല്ലാം ശരിയാവണമെന്നില്ല, പക്ഷെ ഉറച്ച നിലപാടുകളുള്ള മമ്മിയാണ്. അതുകൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സിന് പരസ്പരം ക്ലാഷ് ചെയ്യേണ്ടി വരുന്നത്. ആ മമ്മിയുടെ നിലപാടാണ് ഈ പടത്തിന്റെ രസച്ചരടെന്ന് പറയുന്നത്. ഹ്യൂമർ ഉണ്ടാക്കുന്നത് മമ്മിയുടെ നിലപാടാണ്. ചേച്ചി ഇതില് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടിട്ടെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ട്? അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ട ക്യാരക്ടർ അല്ലായിരുന്നു. ഞാൻ ഡയറക്ടർ പറഞ്ഞത് അനുസരിച്ച് ഇപ്പൊ ഒരു ആദ്യത്തെ ഒരു 1-2 ദിവസം സെറ്റ് ആവാനായിട്ട് എടുത്തു. പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു മീറ്റർ കിട്ടി, അവർ ഉദ്ദേശിക്കുന്ന മീറ്റർ കിട്ടി. അല്ല, ഒരുപാട് പ്രിപ്പറേഷൻ വേണ്ട ക്യാരക്ടർ അല്ല, എന്റർടൈനർ ആണ് ഫിലിം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഹലോ മമ്മി കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ചേച്ചിയാണോ ഇനിയും എന്തെങ്കിലും ഹൊററിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയാണോ പ്രേയർ എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചു. ഒരു പ്രേതത്തിന്റെ ക്യാരക്ടറൊക്കെ വന്നാൽ ചെയ്യാൻ താല്പര്യമുണ്ട് ചേച്ചിക്ക്? നല്ല കഥ എനിക്ക് ഉറപ്പായിട്ട് ചെയ്യും. ഞാൻ കാണില്ല പക്ഷെ സിനിമ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഐശ്വര്യ എനിക്ക് ഹൊറർ പേടിയാ.
പേടി ആയതുകൊണ്ടാണോ അത് ഇല്ല, എനിക്ക് ഹൊറർ പേടിയാ. പേടി വരുന്നുള്ള പേടിയില് ആൻസൈറ്റി വരും. ഇപ്പൊ വരും ആ പേടി. അങ്ങനെയല്ല കേട്ടോ ഇത്. ഹലോ മമ്മി അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിലേ ഒരു ഐശ്വര്യലക്ഷ്മി ഒരു പ്രേതമായുള്ള ഒരു ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒരു പ്രേതമായി കഴിഞ്ഞാല്, ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ വന്നാല്? കാരണം നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ഉള്ള പ്രേതമായിരിക്കണം. ചുമ്മാ പ്രേതമായിട്ടൊന്നും വരാൻ ഞാൻ റിവെഞ്ചോ പർപ്പസോ അങ്ങനെ എന്തെങ്കിലും വേണം. ചോര കുടിക്കുന്ന പ്രേതമാണോ? ആണോ? ഞാന് നമ്മള് സ്ട്രീറ്റ് ടു സിനിമയില് ഒരു പ്രേതം ഉണ്ടല്ലോ. ഈ പ്രേതത്തിന് നമ്മളുടെ പണ്ട് 2007 2006 ചതിക്കാത്ത ചന്തൂരിൽ നമ്മൾ ട്രോളി വിട്ട പ്രേതമാണ്. അല്ല, മറ്റേ തല ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കിടക്കുന്നത്. അത് ഹനീഫ് കൊച്ചിൻ ഹനീഫായോ ആരും ചെയ്ത് അന്ന് ഈ ചതിക്കാത്ത കൊറേ നമ്മൾ ചിരിച്ചതാണ്. അതാണ് പ്രേതപ്പടത്തെ കളിയാക്കിയിട്ടുള്ളതാണ്. അതാണ് സ്ട്രീറ്റിലെ മെയിൻ പ്രേതം. അപ്പൊ ഇവിടുന്ന് അടിച്ചു മാറ്റി അവര് കൊണ്ടുപോകല്ല. അവര് ആ പേടിയാവും കണ്ട അങ്ങനെ കുറച്ച് സ്പേസസ് ഉണ്ട്. അപ്പൊ ചേച്ചി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? അപ്പൊ ഏത് ചേച്ചിയുടെ ഫോട്ടോസ് ഒക്കെ കൂടുതൽ കാണുമ്പോൾ കുറച്ച് പേഴ്സണൽ ഷെയ്ഡ്സ് ആണ് എനിക്ക് ഇഷ്ടം തോന്നുന്നു അല്ലേ? നോർമലി ഇടാറുള്ളത് അല്ലേ? വെള്ള അങ്ങനത്തെ സാധനം. അപ്പൊ ഏത് കളർ സാരി ചൂസ് ചെയ്യും? സാരി ചുരിദാർ രണ്ടില്ലല്ലോ, നമുക്ക് സിസ്റ്റർ ആക്കാം. ഓക്കെ, എന്നിട്ട് ഹെയർ ശ്രദ്ധിക്കുവോ? ഞാൻ ഇങ്ങനെ ആലോചിക്കും, ചേച്ചി ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്, ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാ. അപ്പൊ ഈ പ്രേതത്തിന്റെ ക്യാരക്ടർ വരുമ്പോഴത്തേനും ഡയറക്ടറിനോട് എന്തൊക്കെ പറയുമെന്ന് ഞാൻ ആലോചിക്കാൻ. ഞാനൊന്നും പറയാറില്ല. എനിക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഡയറക്ഷൻസ് ഫോളോ ചെയ്യാറേ ഉള്ളൂ. ഇപ്പൊ ചേരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നേ ഉള്ളൂ. അവര് പറയുന്ന പോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നുണ്ടാവും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു നമ്മുടെ ഒരു മൂവിയിൽ ഒരു ഹൊറർ ടച്ചും കൂടെ ഉള്ളത് കൊണ്ട് ഒരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണേ. ഓക്കെ, ഇങ്ങനെയുള്ള പരിപാടികൾ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെഗ്മെന്റ് ഉച്ചയ്ക്ക് ശേഷം ടീച്ചർ വന്നിട്ട് പറയാ ഇന്ന് കുറച്ച് ഗെയിംസ് ഓക്കെ. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റില് ഹൊറർ സെഗ്മെന്റ് ആണേ. അതില് കണ്ടിട്ടുള്ളതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ മൂവി? എനിക്ക് ഇഷ്ടമല്ല, കണ്ടിട്ടേ ഇല്ല ഒരു പടം പോലും. എന്നാലും ഡേമിയനോ അങ്ങനെ ഒരു പടം, അനബെൽ അതാണോ? അല്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാണാൻ സി വെച്ചിട്ട് ഒരു പടം, കോൺജൂറിങ്. ഡേമിയൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായോ? ഡേമിയൻ പാരനോർമൽ ആക്ടിവിറ്റി ഉണ്ട്. അത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം. ആണോ? ആ സമയത്ത് ചേച്ചി രാത്രിയിലൊന്നും ഇരുന്ന് കാണത്തില്ലല്ലേ? ഇല്ല, രാത്രി പ്രത്യേകിച്ചും കാണില്ല. ഇനിയിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ ലൈറ്റ് വേണം, എല്ലാ കട്ടിലിന്റെ അടിയിലും കേട്ടിന്റെ ബാക്കിലും ഒക്കെ നോക്കും. ആ പ്രശ്നമുണ്ട്. ഇപ്പൊ പ്രായമായിട്ടും അതിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്താ, സിനിമ കാണാണ്ടിരിക്കുക, പേടി ഒഴിവാക്കാലോ. എന്റെ അപ്പം പക്ഷെ എനിക്കും കൂടെ വേണ്ടി ഇരുന്ന് കാണാറുണ്ട്. നമ്മുടെ നെറ്റ്ഫ്ലിക്സും ആമസോണും ഒക്കെ വീട്ടിലും എൻ്റെ കയ്യിലും ഒരുമിച്ച ഒരേപോലെയാ. അപ്പൊ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഫുൾ പ്രേതപ്പടം, എന്റെ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ് ആയിട്ടുള്ള പടം. എന്തൊരു വ്യത്യാസം ഇവർക്ക്. ഇങ്ങനെ ഞാൻ മോളായിട്ട് ജനിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരൊന്നും ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാറില്ല. കാരണം മമ്മിയും ചേച്ചിയും കൂടെ ഉള്ള കുറെ ഫോട്ടോസും കാര്യങ്ങളും ചേച്ചി ഇടുന്ന ഞാൻ കാണാറുണ്ട്. എപ്പോഴും പറയും ഈ മമ്മി എന്നെ വഴക്ക് പറഞ്ഞല്ലേ എപ്പോഴും ഇടാറുണ്ടല്ലോ ചേച്ചി. മമ്മി കുറച്ചല്ലേ ഇങ്ങനെ ഇടാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്ക് ആണല്ലേ? അമ്മ സിങ്ക് എന്ന് പറഞ്ഞ അയ്യോ അങ്ങനെയല്ല ചോദിച്ചത്. വേറെ അർത്ഥങ്ങളുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് ഈ മമ്മിയാണോ എന്റെ മമ്മിയാണോ? ചേച്ചിയുടെ മമ്മി. എന്റെ മമ്മി ഭയങ്കര സ്നേഹമാണ് എന്നോട്. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വഴികൾ വേറെ വേറെയാണ്. എപ്പോഴും വിളിച്ച് വഴക്ക് പറയുന്നതൊക്കെ ചേച്ചി പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട്. അതെ അതെ. എന്നിട്ടും നന്നാവില്ല എന്ന് പറയുമ്പോ എന്താ ചെയ്യാ? ചേച്ചി പോസ്റ്റ് നന്നാവുന്നില്ല. അമ്മ ഇടയ്ക്ക് കാലത്ത് എനിക്ക് ഇത് വാർണിംഗ് തന്നായിരുന്നു, ഇനി മേലാൽ എന്റെ ഫോട്ടോ ഒന്ന് നീ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നത്. അപ്പൊ തന്നെ ഞാൻ പോയി പറഞ്ഞിട്ടു. ധ്യാനോട് അമ്മ ജനുവരി 1 മോനെ ഇനി എന്റെ കഥയൊന്നും ചാനലിൽ പറയില്ല, നീ വേണം നിന്റെ കഥ പറഞ്ഞു. അതിന് മാർക്കറ്റില്ല. ഓക്കെ, അജിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പടം? ഒറ്റ പടമേ കണ്ടുള്ളൂ, കോൺജൂറിങ്. അത് ഫീനിക്സ് ചെയ്യുന്നതിന് മുന്നേ പ്രേതപ്പടം അഭിനയിക്കാൻ ഷെഫ് നേരത്തെ പറഞ്ഞ അപ്പുറത്ത് ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ അഭിനയിക്കണം എന്നറിയാൻ ഞാൻ കോൺജൂറിങ് 2 മ്യൂട്ട് ചെയ്ത്
ലൈറ്റ് ഒക്കെ ഇട്ട് മ്യൂട്ട് ചെയ്ത് കണ്ടോ? ഭഗത്തിനെ അടുത്തിരുത്തി, ആറ് ഭാഗത്ത് ഭഗത്ത് ആക്ടർ ഭഗത് മാൻ ചേട്ടൻ. അടുത്തിരുത്തി കണ്ടു. അതെന്താ ചേട്ടാ അത് സൗണ്ട് ഭയങ്കര സൗണ്ട് ആണ് പ്രശ്നം. മ്യൂട്ട് ചെയ്തത് നമ്മൾക്ക് എന്ത് പ്രേതം? ഞാനൊക്കെ മ്യൂട്ട് ചെയ്ത ഒരു പേടിയില്ല, സൗണ്ട് ഇല്ലാതെ പേടി. പിന്നെ പ്രേതം കണ്ടിട്ടുണ്ടോ നമ്മളെ? ജഗദീഷ് ചേട്ടനോ? അല്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു അധികം എനിക്ക് ഇഷ്ടമല്ല. ഒമൻ, എക്സോർസിസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ ഈ റീഇൻകാർണേഷൻ പോലെ അതിനകത്ത് കുറച്ചൊരു ഹൊറർ ഫീലിംഗ് ഉണ്ടല്ലോ. കർസ എന്ന് പറഞ്ഞൊരു പടം, റീഇൻകാർണേഷൻ ഓഫ് പീറ്റർ പ്രൗഡ് എന്ന് പറഞ്ഞ പടം, അതിനെ ഇൻസ്പയർ ചെയ്ത് കർസ എന്ന് പറഞ്ഞ ഋഷി കപൂറിന്റെ പടമാണ്. അത് ഉഗ്രം പാട്ടുകളുണ്ട്. അതിന്റെ ആ പാട്ടിന്റെ തന്നെ അതാണ് അതിന്റെ. അതായത് രാജ് കിരൺ എന്ന് പറയുന്ന ആക്ടറെ പ്രേമിച്ച് സിമി ഗാരോളാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. കാർ ഇടിച്ച് കൊല്ലും. എന്നിട്ട് ഈ രാജ് കിരണിന്റെ ക്യാരക്ടർ റീബർത്ത് ആയിട്ട് ഋഷി കപൂറായിട്ട് വരും. അപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. ഈ സിമി ഗാരോവാളിന് അപ്പം പിന്നെ നെഗറ്റീവ് റോളാണ്. ഋഷി കപൂറുമായിട്ടുള്ള ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെയാണ്. അത് കർസ എന്ന് പറഞ്ഞ പടം. ആകാശഗംഗ ആകാശഗംഗയിൽ അഭിനയിച്ചിട്ടുണ്ട്. വെള്ളി നക്ഷത്രം, അങ്ങനെയുള്ള ഹൊറർ. പക്ഷെ മലയാളത്തില് ഒരു നല്ല നമുക്ക് ഹോണ്ടിങ് ആയിട്ടുള്ള വളരെ ഒരു ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പടമാണ് പഴയ ഭാർഗവി നിലയം എന്ന് പറയുന്ന പടം. നീലവെളിച്ചം എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ചെറുകഥ മനോഹരമായിട്ടുള്ള. നമുക്ക് ഈ പ്രേതം എന്ന് പറയുന്ന അതിൽ ഭാർഗവിയോട് എല്ലാവർക്കും, അതിലെ സാഹിത്യകാരന് ഇഷ്ടം തോന്നുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നും. ഭാർഗവിയെ ചതിച്ച് കൊന്നതാണ്. അപ്പോൾ ആ കൊന്നത് നമുക്ക് മനസ്സിൽ ഇന്നും വേദനയായിട്ട് ഉണ്ട്. ഇല്ല പേടിയൊന്നുമില്ല. എനിക്ക് പേടി ഒരിക്കലും തോന്നിയിട്ടില്ല. മാത്രമല്ല എനിക്ക് പാമ്പിനെ പേടിയാണ്. പക്ഷേ എനിക്ക് യക്ഷി പ്രേതം ഒരു പേടിയില്ല. എവിടെ ചെന്നിരുന്നാലും എനിക്കത് പേടിയില്ല. പ്രേതം വരുമെന്നുള്ള ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാതെ കിടന്നിട്ടില്ല. എനിക്ക് പേടിയേ ഇല്ല. നേരെ മറിച്ച് ഈ പാമ്പിനെ എനിക്ക് പേടിയാണ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരെ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും വലിയ എന്തിന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് പി കൃഷ്ണപിള്ള തന്നെ പാമ്പ് കടി ഏറ്റാണ് മരിച്ചതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. വലിയൊരു നേതാവല്ലേ. അപ്പോൾ പാമ്പ് കടി ഏറ്റ് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ട്രാജഡി ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഹോണ്ട് ചെയ്യുന്നു. അല്ല, യക്ഷി പ്രേതത്തിന് എനിക്ക് ഒരു പേടിയില്ല. കണ്ട സിനിമകളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് കണ്ടത് എനിക്ക് തോന്നുന്നു ഈവിൾ ഡെഡ് എന്ന് പറയുന്ന സിനിമ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ വിശ്വാസം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വർക്കാവുന്നില്ല. അതൊരു ഫീല് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാനത് കാണാറില്ല. എനിക്ക് ഈ മന്ത്രവാദങ്ങൾ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ സിനിമകൾ മിക്സ് ചെയ്ത് വരുന്ന പടങ്ങൾ ഞാൻ കാണാറുള്ളൂ. കഴിഞ്ഞ ദിവസം മോൻ അടുക്കളയിൽ ഒരു ചൂരിൽ ഒച്ച ഇട്ടു. ഞാൻ അറിയുന്നില്ല. വീണ്ടും ഒരു ഒച്ച ഇട്ടു ചൂരിൽ നിന്നിട്ട്. ഞാൻ എന്താ നോക്കിയപ്പോൾ പേടിപ്പിച്ചു. അങ്ങനെ പേടിച്ചു ഓടിയത്. അല്ല, ആവൊക്കെ പേടിയൊക്കെ ഉണ്ട്. ഒരു മൂവിയില്, ഒരു ഹൊറർ മൂവി എടുത്താൽ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയാൽ എന്ത് ചെയ്യും? ഏത് ചെയ്യും? അതിൽ പ്രേതമല്ലാത്തത് ചെയ്യും. അപ്പൊ അത് ഏത് പടം, ഏത് ക്യാരക്ടർ ചെയ്യും? കണ്ടിട്ടുള്ളതില്? കണ്ടിട്ടില്ലല്ലോ. അതാണ്. എന്നാ കോൺസറിങ് കണ്ടിട്ടില്ലേ? ആകാശഗംഗ ഏത് ക്യാരക്ടർ ചെയ്യും കിട്ടുവാണെങ്കിൽ? ചെയ്ത് ഉള്ളതിൽ നല്ല അതെ. അത് പുതിയ ജനറേഷൻ ഇപ്പോഴത്തെ മറ്റേ ആണി ഉരുന്ന കുട്ടി. അതെ അതെ അതെ. നമ്മുടെ ഈ മറ്റേ ഈ സിനിമ കണ്ടിട്ടുണ്ട്, ഇന്ദ്രിയം എന്ന് പറഞ്ഞ അണ്ടർറേറ്റഡ് സിനിമയാണ്. അയ്യോ, അത് ഭയങ്കര അടിപൊളി പ്രേതപടമാണല്ലോ. അടിപൊളി പ്രേതം. ഇതിനിടയ്ക്ക് റിയൽ ലൈഫ് പ്രേതത്തിനെ കുറിച്ച് പറയട്ടെ. ഫാസിൽ സാറും മോഹൻലാലും വിശ്വസിക്കുന്നു പ്രേതം ഉണ്ടെന്ന്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൊടൈക്കനാലിൽ ഒരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു നൈറ്റിൽ ഒരു സംഭവം പെട്ടെന്ന് എന്തോ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ ഹോട്ടലിൻ്റെ ഒരു പഴയ ടൈപ്പ് ഹോട്ടലാണ്, ബാത്ത് ടബൊക്കെയാണ്. ആ ബാത്ത് ടബിൽ മോഹൻലാൽ കിടക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് മോഹൻലാലിന് ഇന്നും അറിയില്ല. ഫാസിൽ സാറും അതേ അനുഭവം പറഞ്ഞു. അപ്പോൾ ആ ഹോട്ടലിൽ പേര് അത് വേണമെങ്കിൽ ചോദിക്കാം. ഇത് ടബിൽ കിടക്കുന്നു. അത് അങ്ങനെ ഒരിക്കലും ആ ടബിൽ കിടക്കാൻ, അങ്ങനെ ടബിൽ കിടന്ന് കുളിക്കുന്നവരല്ല രണ്ടുപേരും. പക്ഷെ ഇവർ ടബിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അതെന്താണ് എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പൊ ചേച്ചി ആണി ഊരുന്ന ആള്. അത് ചേട്ടനോ ചെയ്യുവാണെങ്കിൽ ഏത് ക്യാരക്ടർ? ഈ ഫസ്റ്റ് തേടി പോകുന്ന മണ്ടനാവരുത്.
ഏതാ? രാത്രി ജാട പൊട്ട് കാണിച്ച് മേടിച്ച് കൂട്ടുന്നവൻ. ജാടായിട്ട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് പോയി ചത്തു വന്ന് ഫസ്റ്റ് അത് വേണ്ട. രണ്ടാമതോ മൂന്നാമതോ പോയാൽ മതിയല്ലേ? എനിക്ക് ഇഷ്ടം ഈ പ്രേതമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആകാനാണ്. അവിടെ മറ്റേ പ്രൊഫസറിന്റെ ബുദ്ധിയൊക്കെ വന്നപ്പോ ഞാൻ അതല്ല, പ്രേതമായി. അതാവുമ്പോ അവസാനം വരെ ഉണ്ടല്ലോ. ഓ അങ്ങനെ ക്യാരക്ടർ ബിൽഡിങ്. ഓക്കെ ഓക്കെ. ഷർഫിക്ക് എനിക്ക് മറ്റേ പ്രേതത്തിന്റെ ലവർ ഒന്ന് കാമുകന്. ഓ അതാവുമ്പോ അതും ജീവിച്ചിരിക്കുമല്ലോ അല്ലേ? ഭാർഗവി നിലയത്തിലെ നസീർ സാർ. ഈഗയിലെ ഹീറോ ഈ നാനി പോലെ ഹീറോ. നിലയത്തിൽ നസീർ സാർ എന്നൊക്കെ. ഓക്കെ ഓക്കെ. അല്ലേ പിന്നെ മറ്റേത് മറ്റേ ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ ആ മൂഡ് പിടിക്കാൻ പറ്റുന്ന സാധനമല്ലേ അത്. അപ്പൊ ഞാൻ ഒരു സെഗ്മെന്റ് കൂടെ വെക്കുവാണ് കേട്ടോ. ശരി. ഈ സെഗ്മെന്റ് നിങ്ങളുടെ മൂവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം വളരെ ആലോചിച്ച് ഉത്തരം പറയാം. പറയാം ഓക്കെ. പറയാം പറയാം. ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ടത്. ട്രെയിലർ കണ്ടതാണല്ലോ. ആ ഈശ്വര. ഓക്കെ. ഐശ്വര്യ ചേച്ചി ട്രെയിലറിന്റെ ഫസ്റ്റില് ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളറ് ഗ്രീൻ യെല്ലോ അല്ല, യെല്ലോ. ഷാർപ്പൊക്കെ കറക്റ്റ് പറഞ്ഞു. ആ യെല്ലോ യെല്ലോ Yellow. യെല്ലോ. ആ ഗ്രീൻ അല്ല, അല്ല അല്ല യെല്ലോ. ബ്ലാക്കിൽ ഗ്രീൻ ചെടിയായിരുന്നു. യെല്ലോ. അപ്പം ഷാർഫിക്കൊക്കെ പോയിന്റ് ഉണ്ടേ. അടുത്തത് ബാറിൽ തല്ലുന്നൊരു സീനുണ്ട് ഷർഫിക്ക. അതില് ഷർഫിക്ക ഇട്ടേക്കുന്ന ചെക്ക് ഷർട്ട് ആണോ പ്ലെയിൻ ഷർട്ട് ആണോ? പ്ലെയിൻ. ചെക്ക് ഷർട്ട് ആണോ പ്ലെയിൻ ഷർട്ട് ആണോ? ചെക്ക്. ചെക്ക് ഷർട്ട്. രണ്ട് ഓപ്ഷനേ ഉള്ളായിരുന്നു. അത് ചേച്ചി പറഞ്ഞു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ഞാൻ പറഞ്ഞ പ്ലെയിൻ ഷർട്ടായിരുന്നു നല്ലത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാറായതുകൊണ്ട്. ഓക്കെ. അടുത്തത് ചേച്ചീനെ പ്രപ്പോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തുള്ളി ചാടുന്ന ഒരു സീനുണ്ട്. അതിലിട്ടേക്കുന്ന ഷർട്ടിന്റെ കളർ ബ്ലാക്ക്. ബ്ലാക്ക്. ഓ ചേച്ചിയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. പക്ഷെ ചേട്ടൻ കൈവൊക്കെയായിരുന്നു. ഓക്കെ. വൈറ്റ് അല്ലേ? അല്ല അല്ല, ബ്രൗണിഷ് ബ്ലാക്ക് പോലത്തെ. ഇങ്ങനെ 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 എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി. അത് ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ഷർട്ട്. ജഗദീഷ് ചേട്ടാ പോയിന്റ്. ആ ബ്ലാക്ക് ഇവിടെ വൈറ്റ് കൊണ്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല ബ്ലാക്ക് അല്ലേ? കണ്ണാടി വെച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തത് നമ്മുടെ ആ ബെഡ് ഒരു റൂമിലുള്ള സീനിനകത്ത് ഐശ്വര്യ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഒരു ഫ്രെയിമില്. അത് ഏതൊക്കെ ആക്ടിവിറ്റീസാ? തലയുടെ മാറ്റുന്നു, മേശപ്പുറത്ത് ബുക്ക് അടിക്കുന്നു. ഇത് 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 ഇവരോട് ഫെയർ അല്ല കേട്ടോ, കാരണം ഞാൻ ചെയ്ത ആളാണ്, കുറച്ചും കൂടെ അറിയാം. അലമാര തുറന്ന് തുണി മടക്കി, അലക്കിയ തുണി മടക്കി വെക്കുന്നു. ഓ ഇങ്ങനെ ഇങ്ങനെ കച്ച കച്ച കച്ച. മൾട്ടിപ്പിൾ കട്ട്സ് ഉള്ള, പിന്നെ എല്ലാം കൂടെ നിർത്തി വെച്ച് എന്തോ വായിക്കുന്നു, എല്ലാം ഉണ്ട്. ഓക്കെ കറക്റ്റ്. കാരണം എനിക്ക് ഇത് ഫെയർ അല്ല ഈ ക്വസ്റ്റ്യൻ. അത് കുഴപ്പമില്ല. എന്നാ ഞാൻ ജഗദീഷ് ചേട്ടനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജഗദീഷ് ചേട്ടൻ മാത്രം ഓർത്ത് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ജഗദീഷ് ചേട്ടന്റെ അടുത്ത് വന്നിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇതുപോലെ ബോണി സമ്മതിച്ചു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശ്വാസമായിരുന്നു. ആ സമയത്ത് ജഗദീഷ് ചേട്ടൻ ഒരു ബുക്ക് വായിച്ചോണ്ടിരിക്കും. അതേതാ ബുക്ക്? നല്ല സെഗ്മെന്റ്. അത് എന്റെ ഉത്തരം പറയാൻ പറ്റില്ല, കാരണം കഥയായിട്ട് വളരെ അത് ഈ നോവലും അതിലെ ഇതിവൃത്തവും ഇതിന്റെ സബ്ജക്റ്റുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അല്ലല്ല, ഞാൻ ക്ലൂ തരാം. ക്ലൂ എന്ന് പറഞ്ഞാൽ റേച്ചൽ ഹോറിന്റെ ബുക്കാണ്. അത് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. റേച്ചൽ ഹോറിന്റെ എന്തായിരുന്നല്ല പേര് കൂടെ തരും, ഒരു ക്ലൂ തരും പേരിന്റെ. ഒരു സീക്രട്സ് ഓഫ് ഡോർവേയോ സീക്രട്ട് ഗാർഡനോ സീക്രട്സ്. അതിന്റെ ഒരു ഫ്രണ്ട് കുറച്ചുണ്ട്. ഹൊറർ സീക്രട്സ് അല്ലല്ല, എ പ്ലേസ് ഓഫ് സീക്രട്സ്. പ്ലേസ് ഓഫ് എ പ്ലേസ് ഓഫ് സീക്രട്സ് എന്നാണ് ആ ബുക്കിൽ എഴുതിയിരുന്നത്. അതായിട്ട് ബന്ധമുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ കഥയായിട്ട് ബന്ധമുണ്ട്. പ്ലേസ് ഓഫ് സീക്രട്സ് അതല്ലേ ഞാൻ പറയാം. അതാണ് പറയാതിരുന്നല്ലേ. അടുത്തത് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. ശരി, എന്നാ ഒരു പോയിന്റ് കിട്ടാനുള്ള ഒരെണ്ണം കൂടെ ചോദിക്കാം. ആ സമയത്ത് ചേട്ടനിട്ട ഷർട്ടിന്റെ കളർ ലൈറ്റ് ആണ്. ലൈറ്റ് കളറാണ്. ലൈറ്റ് കളറാണ്. ഒരു പേസ്റ്റൽ കളറാണ്. പറ, എന്നാലും 2 ഓപ്ഷൻ തരാം. പിങ്ക്, പർപ്പിള്. പിങ്ക്, പർപ്പിൾ. അപ്പൊ ഞങ്ങളുടെ പടം കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. അതിലേതാ കളർ? പിങ്ക്. പിങ്ക് പർപ്പിൾ ആ ഒരു ഷെയ്ഡാണ്. നല്ല ഓപ്ഷൻസ് പിങ്കും പർപ്പിളും ഓക്കെ. എന്നാൽ ലാസ്റ്റ് ഷർഫിക്കനോട്. ഷർഫിക്ക് ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്. അതിന്റെ കളർ ട്രെയിലറിൽ
വൈറ്റ് അല്ല അല്ല ഗ്രീൻ അല്ല പിങ്ക്, പറ ചേച്ചി. ഫ്ലോറൽ, ഫ്ലോറിലാണ്, പക്ഷെ കളർ പറ. യെല്ലോ റെഡ്, അല്ല അല്ല. പെയിൽ ഗ്രീനിഷ്, അയച്ചേട്ടാ പറ. ടീൽ, പിങ്ക്, അല്ല. ഇനി അതിന് 12 കളറേ ഉള്ളൂ ആക്ച്വലി, ഇപ്പൊ 5-6 ആയി. അല്ല ഇനി ഒരു ബ്ലൂ അല്ലല്ലോ, ബ്ലൂ ബ്ലൂ അത് അത് teal blue ആണ്, ഞാൻ പറഞ്ഞത് blue ആണ്. ബ്ലൂ Blue ഞാൻ ഇല്ല, പറഞ്ഞല്ലോ. ബ്ലൂ പറഞ്ഞു ജഗദീശൻ. അപ്പൊ Blue. എനിക്ക് ഒരു പോയിന്റ് കിട്ടി. ഒരു പോയിന്റ് ഉണ്ട്, എല്ലാവർക്കും ഓരോരോ പോയിന്റ് വീതമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് നവംബർ 21-ാം തീയതി നമ്മുടെ ഹലോ മമ്മി റിലീസാണ്. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അടിപൊളി പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചേച്ചിയുടെയും ചേട്ടന്റെ എല്ലാവരുടെയും കുറേ അടിപൊളി സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാണണം. ഓക്കെ.